മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് രസങ്ങൾ പരിചയപ്പെട്ടാലോ? പ്രോട്ടീനും മിനറൽസും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയ കുറച്ച് രസങ്ങളാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? നമുക്ക് ആദ്യം മുതിര രസം പരിചയപ്പെടാം. മുതിരയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം, അയോണൊക്കെ ധാരാളം അടങ്ങിയ ഒന്നാണ് മുതിര. പ്രമേഹ രോഗികളും കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ മൂത്രാശയത്തിൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മുതിര നല്ലതാണ്. മൂത്രത്തിൽ കല്ലുള്ളവരൊക്കെ മുതിര സൂപ്പായിട്ടോ അല്ലെങ്കിൽ ഈ രസമായിട്ടോ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ചെറുതായി പൊട്ടി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഞാനിതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കുരുമുളകും മല്ലിയും പിന്നെ കുറച്ച് ജീരകവും ചേർത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് ഇത് പൊടിക്കേണ്ട ആവശ്യമില്ല, ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അമ്മിക്കല്ലിലിട്ടതൊന്ന് ചതച്ചെടുക്കുന്നത്. ഇതിലേക്ക് വെളുത്തുള്ളിയും നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇത് ചതച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ മുതിര ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. മുതിര വറുത്ത് പൊടിച്ചിട്ടാണ് ഈ രസം ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊടിച്ചെടുത്തതിന് ശേഷം മുതിര കഴുകി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പൊടിച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാം. ഈ 2-3 ദിവസം നമുക്ക് കേടാവാതിരിക്കും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയൊക്കെ വയ്ക്കാം. അപ്പോൾ ഞാനെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമ്മൾക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് നമുക്കിതൊന്ന് വാടിക്കിട്ടണം. അതിനുശേഷം ചതച്ച് വെച്ച അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി മുതിര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിക്കാൻ വെക്കണം. മുതിര നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ ഒന്ന് മൂടി തുറന്ന് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് വെക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ വേകാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുതിര ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ലാസ്റ്റാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. രസങ്ങൾക്ക് പൊതുവെ ലാസ്റ്റാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഞങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ തിളവരണം. അപ്പം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ വേണ്ടൂ. കൂടുതലൊന്നും ഇതിൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാതെയാണ് കേട്ടോ ഈ രസം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമ്മുടെ മുതിര രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മുതിര രസം ഉണ്ടാക്കി നോക്കൂ. ഈ തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല പ്രോട്ടീനും അയണും ഒക്കെ അടങ്ങിയ വളരെ ഗുണമുള്ള ഒരു രസമാണിത്. അപ്പോൾ ഈ മുതിര രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത രസമാണ് ചെറുപയർ. ഒരു 6 മണിക്കൂർ ഒന്ന് കുതിർത്തി വെച്ചതിന് ശേഷം കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. കുരുമുളകാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. വലിയ പൊടിയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇതേ വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് മൂടി അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം.
നല്ലപോലെ വെന്തെടുത്തതിന് ശേഷം നമുക്കിത് ഉടച്ചു കൊടുക്കണം. ഉടച്ച് നല്ലപോലെ ഉടച്ചെടുക്കണം. ചെറുപയർ പൊതുവെ പ്രോട്ടീൻ്റെ കലവറയാണെന്ന് പറയുന്നത്. ഇത് മുളപ്പിച്ച് കഴിക്കാറുണ്ട്, സലാഡാക്കി കഴിക്കാം, അതുപോലെ നമുക്ക് കറി വയ്ക്കാം, പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കാം, തോരൻ വയ്ക്കാം. ചെറുപയർ കൊണ്ട് പലതും നമുക്ക് ചെയ്ത് കഴിക്കാം. നമുക്ക് മിച്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറുപയർ കൊണ്ട് മിച്ചറൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. മാത്രമല്ല ഇതിൽ പ്രോട്ടീൻ അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി കുറേശ്ശെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണിത്. ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണമാക്കിയിട്ട് ഈ ചെറുപയർ ചോറിനൊക്കെ പകരം നമുക്കിത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതല്ല ചോറിൻ്റെ കൂടെ കറിയാക്കിയിട്ടും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. ഇതിൽ ഒരു ചെറിയ അച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കായം ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. ഈ 2 രസങ്ങൾക്കും ഞാൻ കായം ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപയർ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ലൈറ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ചെറുപയർ രസം വെറുതെ കുടിക്കാം, അല്ല ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ചെറുപയർ രസം ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യുക. ഇത് നോക്കാത്ത 2 രസങ്ങളായിരിക്കാം നിങ്ങളതിന് പരിചയപ്പെട്ടിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കൂ. നല്ല ടേസ്റ്റുള്ള ഒരു രസമാണ്, അതുപോലെ ഗുണവും. പിന്നെ ഈ രസം, ഇത് മോര് രസമാണ്. ഈ മോര് രസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് പൊടികൾ നോക്കാം. കുരുമുളക്, മല്ലി, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. പിന്നെ ഈ ഇല മുഞ്ഞ ഇല എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് മുഞ്ഞല എന്നാണ് പറയാറ്. പല നാട്ടിലും പല പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെയൊക്കെ ഇവിടെ നിങ്ങൾ മുഞ്ഞ എന്നാണ് പറയാറ്. ഇത് പനി, തലവേദനയൊക്കെ ഉള്ള സമയത്ത് നെറ്റിയിൽ അരച്ചിടാൻ വളരെ നല്ലതാണ് കേട്ടോ. മാത്രമല്ല നമുക്ക് വയറ്റിന്ന് പോക്ക്, അതിസാരം അതുപോലെയുള്ള അസുഖങ്ങൾക്കും ഈ മുഞ്ഞലയിട്ട മോര് കാച്ചി കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലും വറ്റൽമുളകും ഇട്ട് പിന്നെ നമ്മുടെ ഈ പൊടികളൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു രസമാണിത്. അപ്പോൾ ഈ മോര് രസം ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മോര് രസവും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മോരൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. പുളി ഓവറായിട്ട് ആകാത്ത മോര് വേണം നമ്മൾ ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിള വരുമ്പോൾ നമ്മളുടെ ഈ മോര് രസം ഇറക്കി വയ്ക്കണം. കൂടുതൽ മോര് വെന്ത് പോയാൽ അത് പിരിഞ്ഞു പോകും. പിന്നെ നമ്മുടെ മോര് രസത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തിള വന്നിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മോര് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3 രസങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ.